ഈ പ്രേമിക്കുന്ന ആളുകൾ വാശി പിടിച്ച് ഉമ്മാനി ബാപ്പാനൊക്കെ ധിക്കരിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇവന്റെ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അവന് പണ്ട് ഇവൾക്ക് മെസ്സേജ് അയച്ചതുപോലെ ഒരു പെണ്ണിന് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അങ്ങോട്ട് മെസ്സേജ് ഇങ്ങോട്ട് ബീപ്പ് വരുമ്പോൾ അങ്ങോട്ട് അപ്പോഴേക്കും സൗണ്ട് അങ്ങനെ ഭയങ്കര ഹൈ സ്പീഡിലാണ് വാട്സപ്പിൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. അത്ര സ്പീഡിലാണ് മെസ്സേജ് പോകുന്നത്. അപ്പൊ ഇവള് ചോദിച്ച് അല്ലെങ്കിൽ ആയിരിക്കും മെസ്സേജ് അയക്കണേ? അത് പണ്ട് ഞങ്ങളെ കൂടെ പഠിച്ച ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്. അവൾ SLCക്ക് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ SLCന്റെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കി, SLC ബാച്ചിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിന്നാണ് അവളെ നമ്പർ കിട്ടിയത്. അപ്പൊ അന്ന് ഞങ്ങളെല്ലാം പരിചയം. അപ്പം ഇപ്പൊ ആ പരിചയം കിട്ടിയപ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ അവളും ഇങ്ങനെ മെസ്സേജ്, ഞാനും മെസ്സേജ് അയച്ചതാണ്. അപ്പൊ അവൾ ചോദിച്ചു എന്ത് അങ്ങനെ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, അങ്ങനെ നിങ്ങൾ മഞ്ഞ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാം? അപ്പൊ അയാൾ ചോദിച്ചു ഞാൻ അനക്ക് മെസ്സേജ് അയച്ചിരുന്നില്ല. അപ്പൊ എന്തി പറയാൻ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റൂലെന്ന്. അപ്പൊ ഈ പ്രേമിക്കുന്ന പൊട്ടത്തികളായ പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചു തരും ഇവൻ എനിക്ക് മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ, വേറെ ആർക്കും മെസ്സേജ് അയക്കൂല, ഇനി ജീവിതത്തിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കൂല എന്നാണ്. ഓരോ അവസ്ഥകൾ ആലോചിക്കുക നിങ്ങൾ. ഇനി ഈ പയ്യൻ ജീവിതത്തിൽ ഒരാൾക്കും മെസ്സേജ്, എനിക്ക് മാത്രമുള്ള മെസ്സേജ് അയക്കാം, അങ്ങനെ വിശ്വസിക്കുന്നത്. അതാ പറയണത്.